അങ്ങനെ വീണ്ടും ഒരു മഴക്കാലം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മൂന്നാറും വാഗമണ്ണൊക്കെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട മനോഹര മലയോര ഗ്രാമപ്രദേശമാണ് മാമലക്കണ്ടം. എറണാകുളം ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായ മാമലക്കണ്ടം കോതമംഗലം താലൂക്കിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1200 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമപ്രദേശം കേരളത്തിലെ മറഞ്ഞിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. വർഷം മുഴുവനും അനുകൂലവും പ്രസന്നവുമായ കാലാവസ്ഥ ആസ്വദിക്കാൻ സാധിക്കുന്ന ഈ സ്ഥലം സമൃദ്ധമായതും സമാധാനപരമായ വിശ്രമത്തിന് പേര് കേട്ടതുമാണ്. അതേപോലെ ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനും പറ്റിയ സ്ഥലം കൂടിയാണിത്. കൊടുങ്കാടിന് നടുവിലുള്ള ഗ്രാമമായതിനാൽ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം. മിക്ക ദിവസങ്ങളിലും ആന ഇറങ്ങുന്നതിനാലും പല പ്രാവശ്യങ്ങളായി അവിടെയുള്ള ഒരു റെസ്റ്റോറന്റ് ആനക്കൂട്ടം നശിപ്പിച്ചതിനാലും ഒരു കടക്ക് ആനക്കട എന്ന് പേരിട്ട ഒരു റെസ്റ്റോറന്റും നമുക്കവിടെ കാണാൻ സാധിക്കും. മാമലക്കണ്ടം പോകുന്ന വഴിയിലുള്ള അപകടരഹിതമായ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഇവിടേക്ക് ഒട്ടേറെ ആളുകളാണ് ദിനംപ്രതി എത്തിച്ചേരുന്നത്. മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളും ഒക്കെയായി 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാമലക്കണ്ടം. ഇടതൂർന്ന വനവും അരുവികളും നീരൊഴുക്കുമുള്ള ഇവിടേക്കുള്ള യാത്ര തികച്ചും അവിസ്മരണീയമാണ്. വിജനമായ റോഡുകളും കൂറ്റൻ പാറക്കെട്ടുകളും മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകളും തുടങ്ങിയ കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രദേശം ഒട്ടേറെ സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കോതമംഗലം കുട്ടമ്പുഴ വഴിയും നേര്യമംഗലം പാലം കഴിഞ്ഞ് ചീയപ്പാറ വെള്ളച്ചാട്ടം എത്തുന്നതിന് തൊട്ട് മുമ്പായി 6-ാം മൈലിൽ നിന്നും തിരിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഈ മനോഹര ഗ്രാമപ്രദേശത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മുനിപ്പാറ, കോയിനിപ്പാറ ഹിൽസ്, ഉരുളിക്കുഴി വെള്ളച്ചാട്ടം, കല്ലടി വെള്ളച്ചാട്ടം, ഞണ്ടുകുളം ഹിൽസ് തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങളിലേക്കുള്ള ട്രക്കിംഗ് സൗകര്യവും ജീപ്പ് സഫാരിയും ലഭ്യമാണ്. മാമലക്കണ്ട എന്ന സ്ഥലം ചുരുക്ക സമയത്തിനുള്ളിൽ ജനങ്ങളിലേക്ക് എത്തിയതിന് പിന്നിൽ ഈ ഗവൺമെന്റ് സ്കൂൾ വഹിച്ച പങ്ക് ചെറുതല്ല. സോഷ്യൽ മീഡിയ റീൽസിലൂടെയും ഷോർട്സുകളിലൂടെയും കണ്ടും കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ എത്തിയതിനു ശേഷമാണ് മാമലക്കണ്ടം എന്ന ഗ്രാമം പ്രസിദ്ധമായത്. ഇതിനോടകം ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും മഡ് ഹൗസുകളും ട്രീ ഹൗസുകളെ കൊണ്ടും സഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് മാമലക്കണ്ടം. ഇവിടെ വന്നാൽ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലെ കുളി ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ജീപ്പ് സഫാരിക്കിടയിലുള്ള റിവർ ക്രോസിംഗും എല്ലാം ജീവിതത്തിൽ മികച്ച എക്സ്പീരിയൻസ് ആണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫാമിലിയോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമുള്ള അടുത്ത യാത്ര മാമലക്കണ്ടത്തേക്കാകട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. குழம்பாமல் யாருடைத்தாலும் சிரிக்கின்ற பொம்மை போல்